അധ്യായം 4. ദൂതന്മാരെ സംബന്ധിച്ച്. ദൂതന്മാർ പരിശുദ്ധാത്മാവായി പ്രവർത്തിക്കുന്നുവെന്ന് ചില സഭകൾ പറയുന്നു. എന്നിരുന്നാലും ദൂതന്മാർ ആത്മാവാണെന്നോ അവർ ആത്മാവായി പ്രവർത്തിക്കുന്നുവെന്നോ പറയുന്ന ഒരു വാക്യം പോലും ബൈബിളിലെ 66 പുസ്തകങ്ങളിലുമില്ല. പൗലോസ് അപ്പോസ്തലൻ എഴുതി എബ്രായർ 1:14 വാക്യം, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? ബൈബിളിൽ ദൂതന്മാരെ ബഹുവചനത്തിൽ വിവരിച്ചിരിക്കുന്നു, എന്നാൽ ആത്മാവിനെ ഏകവചനത്തിലാണ് വിവരിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 12:13 വാക്യം, നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ഇപ്രകാരം ദൂതന്മാർ അനേകം പേരുണ്ട്, എന്നാൽ ആത്മാവ് ഒന്നേയുള്ളൂ. ദൂതന്മാർക്ക് ദൈവത്തിനെതിരെ മത്സരിക്കാനും നരകത്തിലേക്ക് തള്ളപ്പെടാനും സാധിക്കും. രക്ഷിക്കപ്പെട്ട ജനങ്ങൾക്ക് ദൂതന്മാരെ വിധിക്കുവാൻ സാധിക്കും. ദൂതന്മാർ ന്യായവിധിക്ക് വിധേയരായതായി ചില രേഖകളുണ്ട്, എന്നാൽ ആത്മാവ് ന്യായവിധിക്ക് വിധേയരായതായി പറയുന്ന രേഖകളൊന്നുമില്ല. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നുവെന്നും ദൈവത്തിന്റെ നിഗൂഢമായ ഭരണനിർവഹണത്തെക്കുറിച്ച് ദൂതന്മാർക്ക് അറിയില്ലെന്നും ബൈബിൾ പറയുന്നു. എഴുതിയിരിക്കുന്നതുകൂടെ 1 പത്രോസ് 1:12 വാക്യം, സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പ്രസംഗിക്കപ്പെട്ട സുവിശേഷത്തിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ദൂതന്മാരും പരിശുദ്ധാത്മാവും തമ്മിൽ അടിസ്ഥാനപരമായി വലിയ അന്തരമുണ്ടെന്നതിന്റെ തെളിവാണിത്. ബൈബിൾ ദൂതന്മാരെ യഹോവയുടെ ദൂതന്മാർ അഥവാ സ്വർഗീയ സൈന്യങ്ങൾ അഥവാ ദൈവപുത്രന്മാർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. ജനങ്ങൾ ചിലപ്പോഴൊക്കെ യഹോവയുടെ ദൂതനെ യഹോവ തന്നെയായി തെറ്റിദ്ധരിക്കുന്നു. എന്നിരുന്നാലും യഹോവയുടെ ദൂതന് യഹോവയായി മാറാൻ സാധിക്കില്ല. അവർ യഹോവയുടെ ദൂതനെ യഹോവയായി തെറ്റിദ്ധരിക്കുവാൻ കാരണം അവർ സന്ദർഭത്തിന്റെ ശരിയായ അർത്ഥം ഗ്രഹിക്കാതെ ബൈബിളിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ്. എഴുതിയിരിക്കുന്നത് പോലെ ന്യായാധിപന്മാർ 6:12 വാക്യം, യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. യഹോവയുടെ ദൂതൻ യഹോവയുടെ സാക്ഷ്യം നൽകിയതുകൊണ്ട് അവർ ദൂതനെ യഹോവ എന്ന് വിളിക്കുവാൻ തുടങ്ങി. യഹോവ എപ്പോഴും തന്റെ ദൂതന്റെ കൂടെ നടക്കുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ യഹോവയുടെ ദൂതനെ യഹോവ തന്നെയായി തെറ്റിദ്ധരിക്കുന്നത്. ദൂതന്മാർ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അവർ ദൈവപുത്രന്മാർ അഥവാ സ്വർഗീയ സൈന്യമെന്ന് അറിയപ്പെടുന്നു. ദൈവം ലോകത്തിലേക്ക് അയച്ചിരിക്കുന്ന സന്ദേശവാഹകളാണ് ദൂതന്മാർ. ചിലപ്പോഴൊക്കെ അവർ ജനങ്ങളെ നശിപ്പിക്കുന്നു, ചിലപ്പോഴൊക്കെ അവരൊരു വ്യക്തിയെ സംരക്ഷിക്കുന്നു. യഹൂദ മതത്തിന്റെ കാലവുമായി തുലനം ചെയ്താൽ ദൂതന്മാരെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ പുതിയ നിയമകാലത്ത് നന്നായി മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നു. ബൈബിളിൽ ദൂതന്മാരെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നില്ല. അവർ ഓരോ വ്യക്തിയോടും കൂടെ സദാ നടക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് ചില വാക്യങ്ങൾ പറയുന്നു. എഴുതിയിരിക്കുന്നതുപോലെ എബ്രായർ 1:14 വാക്യം, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? യേശു പറഞ്ഞു. മത്തായി 18:14 വാക്യം, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പത്രോസ് തടവിലായിരുന്ന സമയത്ത് പെസഹ രാത്രിയിൽ ഒരു ദൂതൻ അവനെ മോചിപ്പിച്ചു. മർക്കോസിന്റെ മേൽമാളിക മുറിയിൽ പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരുടെ അടുത്ത് ഈ വാർത്തയെത്തി. അപ്പോൾ അവർ ആശ്ചര്യത്തോടെ, അത് അവന്റെ ദൂതനായിരിക്കണം. ദൂതന്മാർ രക്ഷ പ്രാപിക്കുവാനുള്ളവരോടുകൂടെ സദാ നടന്നുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നു. നാം നല്ലതു ചെയ്യുമ്പോൾ അവർ ദൈവത്തിന്റെയും മറ്റു ദൂതന്മാരുടെയും മുമ്പാകെ നമ്മെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുന്നു. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അവർ വിഷമത്തോടെ ദൈവത്തെ അറിയിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളും വാർത്തകളും വഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് എളുപ്പത്തിൽ പോകാനും വരാനും ദൂതന്മാർക്ക് സാധിക്കും. ചിലപ്പോൾ അവർ നമുക്ക് രക്ഷയുടെ വർത്തമാനം നൽകുന്നു. അതിനാൽ ദൂതന്മാർക്ക് മനുഷ്യനുമായി അടുത്ത ബന്ധമുണ്ട്. ദൂതന്മാരും പാപം ചെയ്ത മനുഷ്യനും തമ്മിലുള്ള ബന്ധം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് കർമ്മത്തെക്കുറിച്ചുള്ള ആഴമേറിയ രഹസ്യങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ദൂതന്മാർ മനുഷ്യന്റെ കണ്ണിന് അദൃശ്യരാണ്, എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവർക്കൊരു പ്രത്യേക രൂപമുണ്ട്. അവർക്ക് ആത്മീയ ലോകത്ത് ഒരിടത്തും ഒരു നിമിഷം പോലും മറഞ്ഞിരിക്കുവാൻ സാധിക്കുകയില്ല. ദൂതന്മാർ ആത്മാക്കളാണെന്ന് ബൈബിൾ പറയുന്നു. ദൈവം മനുഷ്യരിൽ നിശ്വസിക്കുന്ന ജീവശ്വാസത്തെ ആത്മാവ് എന്ന് വിളിക്കുന്നു. പുനരുത്ഥാനത്തിൽ
നാം സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കുമെന്ന് യേശു പറയുന്നു. അങ്ങനെയെങ്കിൽ ആദ്യം മനുഷ്യനുണ്ടായിട്ട് പിന്നീട് അവൻ ദൂതനാവുകയാണോ? അതോ ദൂതന്മാർ പാപം ചെയ്ത് ഈ പാപലോകത്ത് മനുഷ്യരായി ജനിച്ച് ക്രിസ്തുവിന്റെ കൃപയാൽ വീണ്ടും ദൂതന്മാരായി തങ്ങളുടെ സ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുകയാണോ? ഈ ചോദ്യത്തിന് നാം കൃത്യമായ ഉത്തരം കണ്ടെത്തണം.